പയ്യാമ്പലം ഗ്യാസ് ശ്മശാനത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ കണ്ണൂർ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് കളക്ടർ അരുൺ കെ വിജയൻ പയ്യാമ്പലത്തെത്തി പരിശോധന നടത്തി. വിറക് ഉപയോഗിച്ച് മൃതദേഹം കത്തിക്കുന്നതിന് പകരം പരമാവധി ഗ്യാസ് ശ്മശാനം ഉപയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് നടപ്പാക്കാത്തതിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. തുരുമ്പെടുത്ത് പയ്യാമ്പലത്തെ ഗ്യാസ് ശ്മശാനം നശിച്ച വാർത്ത കണ്ണൂർ വിഷൻ പുറത്തുവിട്ടത് കഴിഞ്ഞ മാസം. പയ്യാമ്പലത്ത് വിറക് ഉപയോഗിച്ച് കത്തിക്കുന്ന പരമ്പരാഗത രീതി ഒഴിവാക്കി ഗ്യാസ് ശ്മശാനം പരമാവധി ഉപയോഗിക്കണമെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ഈ ദുർഗതി ഗ്യാസ് ശ്മശാനത്തിന് സംഭവിച്ചത്. ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. ഗ്യാസ് ശ്മശാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ പയ്യാമ്പലത്തെത്തി ഗ്യാസ് ശ്മശാനത്തിന്റെ അവസ്ഥ പരിശോധിച്ചു. പരമ്പരാഗത രീതിയിൽ മൃതദേഹം ദഹിപ്പിക്കുന്ന സ്ഥലവും കളക്ടർ സന്ദർശിച്ചു. പയ്യാമ്പലത്ത് ആധുനിക ഗ്യാസ് ശ്മശാനം നിർമ്മിക്കുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പുതിയത് നിർമ്മിക്കുന്നതുകൊണ്ട് നിലവിലുള്ള ഗ്യാസ് ശ്മശാനം പ്രവർത്തിപ്പിക്കില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് കളക്ടർ ശാസ്ത്രീയമായ അഭിപ്രായങ്ങളും തേടണം. അറ്റകുറ്റപ്പണി നടത്തിയാൽ ശ്മശാനം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും ആവശ്യമായി വരുന്ന ചെലവ് എത്രയെന്നും കളക്ടർ റിപ്പോർട്ടിൽ പരാമർശിക്കണം. പയ്യാമ്പലം സ്വദേശികളായ സനൂപ്, NP ശ്രീമതി, KP പ്രതീഷ് എന്നിവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹർജി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.